ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിസാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്ര നല്ല കണ്ടീഷനിലല്ല നിൽക്കുന്നത്. അവർക്ക് ആകെപ്പാടെ സെയിലുള്ളൊരു വണ്ടി നമ്മുടെ മാഗ്നേറ്റ് ആണ്. പിന്നെ എക്സ്ട്രയിൽ ഉണ്ട്, അത് പിന്നെ അവരൊരു കാലത്ത് ഇറക്കിയിട്ട് അങ്ങ് മറന്നുപോയ വണ്ടിയാണ്. 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് എഞ്ചിനൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു 50 ലാക്സിൻ്റെ എക്സ്ഷോറൂം പ്രൈസിൽ ഒരു വണ്ടി ഇറക്കിയിട്ട് ആൾക്കാരെടുത്ത് വാങ്ങിക്കോളാൻ പറഞ്ഞത് എല്ലാവരും വാങ്ങില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിക്ക മാസം അതിൻ്റെ സെയിൽസ് സീറോ ആണ്. ആൻഡ് അവർക്ക് ആകെപ്പാടെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മെയിൻ സ്ട്രീം വണ്ടി അഗൈൻ മാഗ്നേറ്റ് ആണ്, നേരത്തെ പറഞ്ഞു. അതും ഒരു ഫുള്ളി നിസാൻ വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്ന റെനോയുടെ CMF-A പ്ലസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. എഞ്ചിൻ ഓപ്ഷൻസ് വന്നിരിക്കുന്നതും നിസാൻ റെനോ ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന പ്ലാറ്റ്ഫോം മെയിൻ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 1 ലിറ്റർ എനർജി സീരീസിലുള്ള എഞ്ചിൻ ഉണ്ട്, നമ്മുടെ ഡ്രൈവറിലൊക്കെ വരുന്ന എഞ്ചിൻ. പിന്നെ HR10 എന്ന് പറഞ്ഞൊരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് എഞ്ചിൻസ് ആണ്, പക്ഷേ രണ്ടും 1 ലിറ്റർ ആണ്, രണ്ടും 3 സിലിണ്ടർ ആണ്. എന്തായാലും നമ്മളിപ്പോൾ അതിനെപ്പറ്റിയൊന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് നിസാൻ പാട്രോളിനെ പറ്റിയാണ്. എന്തിനാണ് ഞാനിപ്പോൾ പാട്രോളിനെ പറ്റി പറയുന്നതെന്നല്ല, നിസാൻ ഇന്ത്യയിൽ മൊത്തത്തിലൊരു റീസ്ട്രക്ചറിങ് പ്ലാൻസിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറേ പേരിടയ്ക്ക് പറയുന്നുണ്ട് നിസാൻ ഇന്ത്യ വിട്ട് പോകുമ്പോൾ അവരധികം കാലം ഒന്നും ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് സേഫ് അല്ല വണ്ടി എടുക്കുന്നത്, നമുക്ക് സർവീസൊക്കെ എപ്പോൾ വേണം നിൽക്കാമെന്നൊക്കെ. ഒരു കമ്പനി നിർത്തിയാൽ 10 വർഷം വരെ മിനിമം സർവീസ് കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. പക്ഷേ അതിന് പുറമെ നിങ്ങളല്ലാതെ തന്നെ കമ്പനി വിട്ട് പോകുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ നിസാൻ്റെ MD പോവില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിവരിങ്ങനെ ഒരുപാട് പ്ലാൻസ് പറഞ്ഞിട്ട് പോവില്ല എന്നുള്ളത് സത്യം പറഞ്ഞ് ഓർപ്പിക്കാൻ പറ്റില്ല. കാരണം ഷെവർലി ഇതുപോലെ ഒരുപാട് പ്ലാൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യ നമ്മൾ ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ നേരെ ഇന്ത്യ വിട്ട് പോയത്. അതുകൊണ്ട് ഇവർ കുറേ പ്ലാൻസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ ഇന്ത്യ ഒരിക്കലും വിടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും ഇപ്പം നിലവിൽ നമുക്ക് ഒരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ഗ്ലോബൽ വിഷൻ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞുള്ളൊരു ഇവൻ്റാണ് നടക്കുന്നത്. ആൻഡ് അതിൽ തന്നെ നിസാൻ്റെ CEO ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർ ഇന്ത്യയിൽ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലും ഒരുപാട് റീസ്ട്രക്ചറിങ് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആയ പാട്രോളും ഇന്ത്യ അല്ലാതെ അതിപ്പോൾ നിലവിൽ സെയിലില്ലാത്ത പല സ്ഥലങ്ങളിൽ ഇറക്കുന്നതിനെ പറ്റിയും അവർ പറയുന്നുണ്ടായിരുന്നു. അതിൽ അഗൈൻ ഇന്ത്യ ഒരു മെയിൻ മാർക്കറ്റായിട്ട് അവർ പറയുന്നുണ്ട്. നമുക്കിനി ഒരുപാട് വാഹനങ്ങൾ ഇവരുടെ കിട്ടാനും ഉണ്ട്. അതായത് ഇവിടെ തന്നെ നമ്മുടെ ഡസ്റ്റർ ബേസ് ചെയ്ത് വരാനുള്ള നിസാൻ്റെ പുതിയ ടെക്ടോൺ ഉണ്ട്. അതുപോലെ അവർ ഗ്രാവൈറ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും പുതിയ വാഹനങ്ങളാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഡസ്റ്ററിൻ്റെ തന്നെ, അതായത് ടെക്ടോണിൻ്റെ തന്നെ 7 സീറ്റർ വേർഷനും കിട്ടുന്നതായിരിക്കും. അതൊക്കെ അവർ ഇതിന് മുന്നേ അനൗൺസ് ചെയ്തിട്ടുള്ള പ്ലാൻസിൻ്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങളാണ്. റെനോയും ഇന്ത്യയിൽ 7 പുതിയ വാഹനങ്ങൾ 2030 ഇറക്കുമെന്ന് പറയുന്നുണ്ട്. സോ അതിൽ കുറച്ചൊക്കെ നിസാൻ്റെ റീബാസ്റ്റ് വാഹനങ്ങൾ നമുക്ക് എന്തായാലും അവരുടെ റെനോയുടെ തന്നെ ഇതിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇനി പെട്രോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നമ്മുടെ ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ 300 സീരീസിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് വന്നിരിക്കുന്നതാണ്. LC300 കുറച്ചുകൂടെ മുന്നെയാണ് ഇറങ്ങിയത്. അത് പക്ഷേ അതിന് ശേഷമാണ് നമ്മുടെ ഈ Y63 ഇപ്പോൾ ഉള്ള 7th ജനറേഷൻ പെട്രോളാണ് ഈ വണ്ടി വരുന്നത്. 2024 ഈ വാഹനം വരുന്നത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസാണ് ഇതിന് ഇൻ്റർനാഷണൽ കിട്ടിയത്. പണ്ടത്തെ അത്രയും ഫാൻ ഫോളോയിങ് ഇപ്പോൾ പെട്രോളിനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കാലത്ത് മരുഭൂമിയിലെ രാജാവായിരുന്നു. ഇതും അതുപോലെ തന്നെ നമ്മുടെ LC ലാൻഡ് ക്രൂസർ ജനറലി 80 സീരീസ് 100 സീരീസ് ഒരുപാട് വാഹനങ്ങളുണ്ട് മരുഭൂമിയിലെ രാജാക്കന്മാരായിട്ട് പറയാൻ പറ്റുന്ന. ഇപ്പോഴത്തെ പെട്രോൾ ഓഫ് കോഴ്സ് മരുഭൂമിയിൽ ഓടിക്കാറുണ്ട്, പക്ഷേ സ്റ്റിൽ പഴയതിൻ്റെ ആ ഒരു എടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡിസൈൻ ആണെങ്കിൽ പോലും കുറച്ച് ബ്ലാങ്ക് ആയിട്ടാണ് എനിക്കും പേഴ്സണലി തോന്നാറുള്ളത്. LC300 പക്ഷേ സ്റ്റിൽ ഒരു മാച്ചോ പ്രസൻസ് ഉണ്ട്. ഈ രണ്ട് വണ്ടികൾക്കും ഓഫ് റോഡ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഹാർഡ്വെയർ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ കണ്ടാൽ നമുക്ക് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡേഴ്സ് എന്നുള്ള രീതിയിൽ തോന്നില്ല. കുറച്ചൊരു ലക്ഷറി ആൻഡ് ഓഫ് റോഡ് ആൻഡ് മറ്റേ റോഡ് കേപ്പബിലിറ്റി എല്ലാം കൂടെ കൂടി വരുന്ന SUVs ആയിട്ടൊക്കെ തന്നെ തോന്നുള്ളൂ. ഇപ്പോൾ സ്പേസ് ആയിക്കോട്ടെ, ഈവൻ ഇൻറ്റീരിയർ ക്യാബിൻ എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളിലും പണ്ടത്തെ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് രണ്ട് വാഹനങ്ങളിലും. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് ക്രൂസർ നമുക്ക് ഇന്ത്യയിൽ കുറച്ചധികം കാലമായിട്ട് അവർ വിൽക്കുന്നുണ്ട്. LC300 ഭയങ്കര അബ്സർഡ്ലി പ്രൈസ്ഡ് ആണ്. 2.5 കോടി എന്താണ് എക്സ്ഷോറും വരുന്നത്. 3-3.5 കോടി രൂപ കൊടുത്താണ് നമ്മൾ ഓൺ റോഡ് ആ വണ്ടി എടുക്കേണ്ടത്. ആ പ്രൈസിന് ഒരു രീതിയിൽ നമുക്ക് വാല്യൂബിൾ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്ന അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. BMW തന്നെ X7 വരുന്നുണ്ട്, അതുപോലെ മെർസിഡീസിന് GLS ഉണ്ട്, GLS മേബാക്ക് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ അവിടേക്ക് യൂസ് ചെയ്യാൻ പറയാം. അത് പണ്ടൊരു ഡീൽ ബ്രേക്കർ ആയിരുന്നു. ഇപ്പോൾ അതിനങ്ങനെ വലിയൊരു മാർക്കറ്റ് ഇല്ല. പക്ഷേ അഗൈൻ ഇത്രയും ലക്ഷറി കമ്പനികളുടെ കൂടെ എന്താണ് നമ്മുടെ ലാൻഡ് ക്രൂസർ പിടിച്ച് നിൽക്കുന്നത്. അതും വളരെ നീഷായിട്ടുള്ള ഓഡിയൻസ് ആണത് വാങ്ങിക്കുന്നത്, ഭയങ്കര ഹൈ പ്രൈസ് കാരണം. ഇനിയിപ്പോൾ നിസാൻ അവർ എക്സ്ട്രയിൽ കാണിച്ച മണ്ടത്തരം നമ്മൾ ഇതിൽ കാണിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എക്സ്ട്രയിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് നല്ലൊരു എഞ്ചിൻ വെച്ച് വണ്ടി ഇറക്കാൻ. അതവർ ചെയ്തില്ല. അവർക്ക് വേണം നല്ലൊരു ഹൈബ്രിഡ് ഓപ്ഷനെങ്കിലും ഇവിടെ ഇറക്കായിരുന്നു, അതും ചെയ്തില്ല. അത് 50 ലാക്സിൽ പ്രൈസ് ചെയ്ത മണ്ടത്തരം തന്നെയായിരുന്നു. ഈ വണ്ടിയുടെ കാര്യത്തിൽ അവർക്ക് ഇനി പ്രത്യേകിച്ച് പ്രൈസ് ഒന്നും കുറയ്ക്കാനില്ല. കാരണം അവർ 2500 വണ്ടികൾ ഒരു വർഷം, അതായത് മൊത്തത്തിലൊരു കമ്പനിക്ക് കൊണ്ടുവരാൻ പറ്റും ഹോമോളഗേഷനൊന്നും ഇല്ലാതെ. ഇമ്പോർട്ടിൻ്റെ പോളിസി ഉണ്ടല്ലോ CBO ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് യൂണിറ്റ് ആയിട്ട് പുറത്തുനിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇത് തന്നെയാണ് ലാൻഡ് ക്രൂസറിൻ്റെ കാര്യത്തിലൊക്കെ ടൊയോട്ടയും ചെയ്യുന്നത്. സോ അങ്ങനെ അവർ മൾട്ടിപ്പിൾ വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആദ്യം കൺസിഡറേഷനുള്ളൊരു വാഹനമാണ് നമ്മുടെ പെട്രോൾ എന്നാണ് നിസാൻ പറഞ്ഞിരിക്കുന്നത്.
അഗൈൻ ഞാൻ പറഞ്ഞു വന്ന ബ്രാൻഡ് ഇമേജിൻ്റെ കാര്യമാണ്. ടൊയോട്ട ലാൻഡ് ക്രൂസർ ആ ഒരു ഭയങ്കരമായ പ്രൈസിങ്ങിൽ വിൽക്കുന്ന ആകപ്പാട് അവരുടെ ബ്രാൻഡ് ഇമേജ് കാരണമാണ്. നിസാൻ ഇന്ത്യയിൽ ഇപ്പോൾ അത്ര നല്ലൊരു പ്രസൻസ് ഇല്ല ബ്രാൻഡിൻ്റെ കാര്യത്തിൽ. അത് വേണമെങ്കിൽ അവർക്ക് ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഈ വണ്ടി ഉപയോഗിക്കാം, കുറച്ചും കൂടെ അവർക്ക് ഇത്രയും നല്ല വണ്ടി ഉണ്ട് എന്നുള്ള നമ്മുടെ ഇന്ത്യൻസിനെ ഒന്ന് മൊത്തത്തിൽ കാണിക്കാനായിട്ട്. കാരണം ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും നോർമലി ഇപ്പോൾ മാഗ്നറ്റ് പോയി വാങ്ങുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടോ, പുറത്ത് സൗദിയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല എന്നേ പറയുള്ളൂ, അറിയില്ല എന്ന് ഞാൻ പറയില്ല. എനിവേ ഇതാണ് നിസാൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക് മോഡൽ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും ഇതിനകത്ത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. രണ്ടും V6 ആണ് ആൻഡ് രണ്ടും പെട്രോളാണ്, ഹൈബ്രിഡ് ഇല്ല, ഡീസലിൽ ഒന്നുമില്ല. ഒരു 3.8 ലിറ്റർ NA പെട്രോൾ എഞ്ചിനാണ്, പിന്നെ വരുന്ന ഒരു 3.5 ലിറ്റർ ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതിൽ 3.5 ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിൻ ഇവിടെ കൊണ്ടുവരുന്നതാണ് നല്ലത്. കാരണം എന്തായാലും 2-2.5 കോടി പ്രൈസ് ഉണ്ടാവും എക്സ്ഷോറൂം തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് 400 bhp മുകളിൽ പവർ ഉണ്ടാവും. അതിന് 6.6 സെക്കൻഡ്സിനടുത്താണ് 0 to 100 ക്ലെയിം ചെയ്യുന്നത്. അഗൈൻ ഇത്രയും വലിയ വണ്ടിയാണ്, 2.7 ടൺ വെയിറ്റ് വരുന്നുണ്ട്. ആ വെയിറ്റിൽ ഇതിന് പുഷ് ചെയ്യാൻ പറ്റുന്ന എത്രയൊക്കെ പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 400 bhp മുകളിലുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് 0 to 100 അച്ചീവ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ലാൻഡ് ക്രൂസർ അഗൈൻ നമുക്കിവിടെ അതും V6 ആണ്. ഈ 2 വണ്ടികളും പണ്ടത്തെ ജനറേഷൻ V8 ആയിരുന്നു, പഴയ ഒരുപാട് ജനറേഷൻസ് ആയിട്ട് V8 ആയിരുന്നു. അതിൻ്റെ ഡൗൺ സൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ V6 വന്നിരിക്കുന്നത്. ആൻഡ് അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പെർഫോമൻസ് ബെറ്റർ ആയി, പക്ഷേ അഗൈൻ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു ആൻഡ് എഞ്ചിൻ നമുക്ക് സിലിണ്ടേഴ്സും കുറഞ്ഞിട്ടുണ്ട്. ഇനി 3.8 ലിറ്റർ NA V6 എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 300 bhp മുകളിലായിട്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വെയിറ്റും സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അണ്ടർ പവർഡ് ആവാം. അത് ഇന്ത്യയിലേക്ക് വരാതിരുന്നാൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ സ്റ്റിൽ നമുക്ക് ലാൻഡ് ക്രൂസറിൽ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെ ഈ വണ്ടിയിലൊന്നും ഇല്ല. എനിവേ ഇവർ ശരിക്കും കൊണ്ടുവരികയാണെങ്കിൽ ഇനിയിപ്പോൾ വരുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വണ്ടികൾ മാത്രമല്ല, അവർ 3-4 വർഷം മുന്നേ നമ്മുടെ ജൂക്ക്, കാഷ്കായ്, എക്സ്ട്രേൽ അങ്ങനെ 3 വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിലാകപ്പാട് എക്സ്ട്രേൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നുള്ളൂ. അത് പിന്നെ ഭയങ്കര വല്ലാത്തൊരു വരവേപ്പ് ഇതുണ്ട്, വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ ഇവരുടെ പുതിയ ഈ നടക്കുന്ന ഇവൻറ്റിൽ അവർ പുതിയ നമ്മുടെ എക്സ്ട്രയിലും കാണിച്ചു, അതുപോലെ തന്നെ ജൂക്കും കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ജനറേഷൻ എക്സ്ട്രയിലാണ്, ഹൈബ്രിഡാണ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഡിസൈനൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കും, നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ പുതിയ ജനറേഷൻ ജൂക്കാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ 2 വണ്ടികളിൽ ജൂക്കും കാഷ്കായും അവർ അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇറക്കിയില്ല. എക്സ്ട്രയിൽ ഇറക്കി പൊട്ടിയപ്പോൾ തന്നെ അവർക്ക് മതിയായി കാണും. അതും എക്സ്ട്രയിൽ കാണിച്ചിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വണ്ടി ഇറക്കുന്നത്. അതുവരെ ആദ്യം കാണിച്ചിട്ട് പിന്നെ ഒരു അനക്കവും ഇല്ലായിരുന്നു, അവരങ്ങനെ അങ്ങ് പോയി. എനിവേ ഇതൊക്കെയാണ് ഇപ്പോൾ നിസാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ ഇവർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ടെക്ടോണും അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇറക്കിയാലും മതി. അത് ഡസ്റ്ററിൻ്റെ പ്രൈസ് നമുക്കറിയാം, അത്യാവശ്യം വെൽ പ്രൈസ്ഡ് ആണ്. ആൻഡ് ആ വണ്ടിയും ടെക്ടോൺ അവർ ഒരുപാട് പ്രൈസ് കൂട്ടാതെ അത്യാവശ്യം നല്ല ഡിസൈനില്ല. അതവർ മാർച്ചിൽ തന്നെ ഇറക്കേണ്ടതായിരുന്നു. അതിന് ഒരു എക്സാക്ട് റിവീൽ ഡേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരമാണ് അവർ തൽക്കാലത്തേക്ക് ഗ്രാവൈറ്റ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ആ വണ്ടിയുടെ ലോഞ്ച് പോസ്റ്റ്പോൺ ആക്കുകയും ചെയ്തു. ലോഞ്ചല്ല, റിവീൽ. പക്ഷേ എന്താണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽ റിവീൽ ഡേറ്റ് ഇനി പുതിയതെന്താണെന്നുള്ളത് ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം നിസാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്താണ് പറയാനുള്ളത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.